രാവിലെ എണീറ്റപ്പോൾ മനസ്സിലോട്ട് ഏറ്റവും ആദ്യം വന്നൊരു ചിന്ത എന്താണ് ഉച്ചയ്ക്ക് ഭക്ഷണം എന്നുള്ളതാണ്. അതിനാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നതും. അങ്ങനെ മനസ്സിൽ ഭക്ഷണത്തെക്കുറിച്ച് പ്ലാൻ ചെയ്ത സമയത്ത് 2-3 ദിവസമായിട്ട് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നോൺ വെജ് കൊണ്ട് കളിയായിരുന്നു. അപ്പോൾ വെജ് കഴിക്കാൻ വേണ്ടി യാത്ര അവസാനം ചെന്നെത്തിയത് എറണാകുളത്തേക്കാണ്. കുട്ടി 1-2 ദിവസമായിട്ട് പറയുന്നു ട്രെയിനിൽ പോകണം എന്നുള്ളത്. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? കാരണം ഇപ്പോൾ അവരെ ആഗ്രഹങ്ങൾ ചെറുതായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വലുതായി പോയാലോ. അങ്ങനെ ഞങ്ങൾ കൊച്ചു ഗ്രാമത്തിലൂടെ തൂത വഴി അങ്ങ് പോയി ഷൊർണൂരെത്തി. ഷൊർണൂർ ബൈക്ക് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത ശേഷം ഏതായിരിക്കും ട്രെയിൻ, എറണാകുളത്തേക്ക് എപ്പോഴാണ് ട്രെയിൻ എന്നറിയാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ എത്തിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഉണ്ട്, ആലപ്പുഴയ്ക്ക് പോകുന്ന ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കേട്ടോ. ഒന്നും ആലോചിച്ചില്ല, ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി നടന്നു. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ട്രെയിൻ വരുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോമിലോട്ടുള്ള യാത്രയിലാണ്. പെട്ടെന്നുള്ള യാത്രയാണ് കൂടുതൽ മനോഹാരിത നൽകുക എന്ന് പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര മനോഹരമായിരുന്നു. ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. ഒരു നിവൃത്തിയില്ല, ട്രെയിൻ ഓടിപ്പാഞ്ഞു വരുന്നു. എൻ്റെ പോലെ തന്നെ ഒരുപാട് ആളുകൾ തിക്കും തിരക്കി നിൽക്കുന്നു. പക്ഷേ ഒന്നും ആലോചിച്ചില്ല, ട്രെയിനിൽ പിടിച്ച് വലിച്ച് കയറി. എങ്കിലും പിന്നീട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നീട് എറണാകുളത്ത് എത്തിയിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അങ്ങനെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ വിട്ടു സമൃദ്ധിയിലോട്ട്. പാവപ്പെട്ടവൻ്റെ അടുക്കള എന്ന് പറയുന്ന സമൃദ്ധി. നമ്മളെ കുടുംബശ്രീയൊക്കെ പോലെ ചോറിനൊക്കെ ചെറിയ പൈസയുള്ളൂ, 20 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ചോറിന്. നല്ല ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ തിക്കി തിരക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അത്ര നല്ല ഭക്ഷണമാണ്, നല്ല വൃത്തിയുള്ള സാഹചര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വില നോക്കി ഇഷ്ടമുള്ള ഭക്ഷണം സെലക്ട് ചെയ്യാം കേട്ടോ. വെജിറ്റേറിയൻ കഴിക്കാൻ പോയ ഞാൻ നോൺ വെജ് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല സദ്യ മോഡൽ ഫുഡും ഒരു മീൻ കറി കൂടെ കൂട്ടി ആ ചേട്ടനൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് കണ്ടില്ലേ? അത്രയും ടേസ്റ്റുള്ള ഫുഡാണ്, നല്ല സൗകര്യമാണ്, നല്ല വൃത്തിയാണ് കേട്ടോ. ഒരിക്കലും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് വരാത്ത എറണാകുളം ജില്ലയിലെ തന്നെ നല്ലൊരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നി. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഫുഡാണ്, നല്ല റേറ്റാണ് കേട്ടോ ഫുഡിനൊക്കെ. ഇത് അടിപൊളി ഫുഡാണ്, സാധാരണക്കാർക്കെല്ലാം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന, സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സംരംഭമാണ് കേട്ടോ സമൃദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, ഞങ്ങളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു എറണാകുളം യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക്